ആഷ്മി, ഇപ്പം നമ്മൾ കയറാൻ പോകുന്നത് നമ്മുടെ മൈജിയുടെ ജീവാത്മാവും പരമാത്മാവും ഒക്കെ ആയിട്ടുള്ള AK ഷാജിയുടെ വീട്ടിലേക്കാണ്. നമ്മൾ ഈ താമരശ്ശേരിയിലാണ് ഈ വീട്. അപ്പോൾ ഈ താമരശ്ശേരി വീട്ടിൽ വരുമ്പോഴേ നമ്മൾ അത്യാവശ്യം നമ്മൾ ഇവിടുന്ന് അദ്ദേഹത്തിന്റെ ആതിഥ്യമൊക്കെ സ്വീകരിച്ച് പോകാം. അദ്ദേഹം പുതിയതായി നിർമ്മിച്ച വീടായി കാണുന്നത്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് നമ്മളൊക്കെ ഈ വീടിന്റെ ഇതിനൊക്കെ വന്നിരുന്നു. അപ്പം അദ്ദേഹം ഉണ്ട് നമ്മളെ സ്വീകരിക്കാനെ കുറച്ച് നേരമായിട്ട് ഇരിക്കുക. ഒരു കുറച്ച് ലേറ്റാ. നമുക്ക് എന്തായാലും അദ്ദേഹത്തോട് ചോദിക്കാം കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പൊ ഈ വീടിന്റെ വിശാലമായ ഹലോ ഓക്കെ, വളരെ സന്തോഷം. വെൽക്കം. അങ്ങ് കുറച്ചു നേരമായിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്യിക്കാന്ന് മനസ്സിലായി. അപ്പൊ താളത്തോട്ട് നിൽക്കാം അല്ലേ? താളത്തോട്ട് നിൽക്കാം. വീടൊക്കെ നിർമ്മിച്ച് താമസമൊക്കെ ആയല്ലേ? ഓ, താമസമൊക്കെ ആയി. 2 മാസമായി താമസം. വളരെ സന്തോഷമായിട്ട് പോകുന്നത്. ആഷു വീട് കണ്ടിട്ടില്ല. വീടിന്റെ പേരിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഗാർഡൻ. വിജയകുമാറുണ്ട്. വിജയകുമാറുണ്ട്. അപ്പം അപ്പൊ ഇതിന്റെ ഇങ്ങനൊരു പേര് സെലക്ട് ചെയ്യാൻ കാരണം ഇത് കുറച്ച് പൂന്തോട്ടത്തിന് ഗാർഡന് കുറച്ച് ഇമ്പോർട്ടന്റ് ഉണ്ട്. പിന്നെ ഒരു സന്തോഷമാണല്ലോ, ഹാപ്പിനെസ് ആണല്ലോ. ഇന്ന് ഈസ്റ്റർ ദിനമാണ്. AK ഷാജിയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനമായിട്ട് ഒരു ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാന്നുള്ളതാണ്. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ഒരുപാട് സന്തോഷം അക്രമത്തിനും. പിന്നെ അത് മാത്രമല്ല, അങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ നമുക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അത്ര വലിയൊരു ഒരു തെരയിളക്കം കേരളത്തിലുണ്ടായിരുന്നു. അതല്ല, അമ്മമാരൊക്കെ വളരെ ചങ്കൂറ്റത്തോടെ മുന്നോട്ട് വന്നിരിക്കുന്നു. വലിയൊരു മുന്നേറ്റം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപക്ഷെ നമ്മൾ ഒരുപാട് എയർ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മളതൊന്നും ഒരു കുറവായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇതിന്റെ കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കി അതിന്റെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം ചോദിക്കട്ടെ, അപ്പൊ വിജയനൊക്കെ ഒന്ന് ഞെട്ടിക്കുക. ഇത്രയും വിശാലമായ മുറ്റവും ഇത്രയും വലിയ വീടും ഒക്കെ വയ്ക്കാൻ ഒരു മുതലാളി എന്നുള്ളതല്ലേ അങ്ങ് പ്രേരിപ്പിച്ച സംഭവം? ആ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം നമ്മള് ഇത് വലിയ വീടല്ലേ? അല്ല, ഇത് വലിയ വീടല്ലെന്നാണ് പറയുന്നത്. ഇതൊരു ചെറിയ വീടാണെന്ന് അദ്ദേഹം പറയുന്നത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമായിരുന്നു. ഉമ്മച്ചി ഇങ്ങനെ ഒരു വീട് വെക്കാൻ പറഞ്ഞു. അപ്പൊ ഉമ്മച്ചിക്ക് വേണ്ടി ഞാനൊരു വീട് ഉണ്ടാക്കി കൊടുത്തു. അത്രേ ഉള്ളൂ. ജ്യേഷ്ഠാണ്. ഹലോ, ജ്യേഷ്ഠൻ സുഖായിരിക്കുന്നോ? എന്തൊക്കെയാണ് വിശേഷങ്ങള്? നന്നായിട്ട് പോകുന്നു. നമ്മളൊരു വലിയ യാത്രയിലായിരുന്നു. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് മോളെ? സുഖായിരിക്കുന്നോ? പുതിയ വീട്ടിൽ താമസമൊക്കെ ഉണ്ടോ മോളെ? ഇതിലാണോ? അടിപൊളി അടിപൊളി, സൂപ്പർ. ഗസ്റ്റുകളെ കൂടുതൽ വരുന്നുണ്ടോ? ഓ, കുറെ ആൾക്കാരായിട്ട് വരുന്നുണ്ട്. എനിക്കൊന്ന് ഈ നാട്ടിൽ ഈ വീട്ടിനകത്ത് കയറാത്ത ഇനി കേരള കൗണ്ടർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പ്രതീക്ഷിക്കായിരുന്നല്ലോ സാറിനെ. ഇതൊക്കെ എങ്ങനെ പോന്നു? സന്തോഷമല്ലേ? എല്ലാരും തൊട്ടടുത്ത് തന്നെയല്ലേ? നിങ്ങളുടെ ബന്ധുക്കളെല്ലാം ഒരു ഐക്യബോധത്തോടെ കഴിയുന്നു എന്ന് അറിയുന്നു. അതും സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ ഉമ്മയാണ് ആവശ്യപ്പെട്ടല്ലേ? ഇത്തിരി വയ്യായി ഉണ്ടല്ലേ? കൂടുതൽ ഫോക്കസ് ചെയ്യണ്ട ഉമ്മ കേട്ടോ. ഉമ്മക്ക് വയ്യെങ്കിൽ ഉമ്മ ഞാനിവിടെ വന്നു. ശ്രീകണ്ഠൻ നായര് ഉമ്മ ചിരിക്കുന്നുണ്ടോ? ഉമ്മയ്ക്ക് സുഖമാണോ? ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ഉമ്മ എന്നെ കണ്ടപ്പോ ചിരിച്ചു. ഉമ്മ ഇങ്ങനെ എന്റെ വാർത്തയൊക്കെ കാണുന്ന ആളാണ്. ഉമ്മ അതെന്തായാലും ഉമ്മയുടെ ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുത്തില്ലേ അല്ലേ? ഉമ്മ പറഞ്ഞു, നമ്മൾ ചെയ്തു അല്ലേ? അപ്പൊ നമ്മളെവിടെയെങ്കിലും പോയി ഇരുന്ന് അങ്ങ് ഈ വീടുമൊക്കെ വെച്ചിരിക്കുമല്ലേ? നമുക്ക് ഈ കടന്നു വന്ന വഴികളൊക്കെ ഒന്ന് ആലോചിക്കാൻ സമയമായല്ലോ അല്ലേ? നമ്മളെവിടെയും സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ പറ്റുന്ന നമുക്ക് അവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കാം. ഓ, ഓക്കെ. അവിടെ ഇരുന്നു. വിജയനെ നല്ല മുതലാളി കാണിച്ചു വിചാരിച്ചായിരുന്നു. വിജയൻ ഒന്ന് മൈക്ക് പിടിച്ചു. അപ്പോൾ ഞാൻ പറയാം, നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ഈ പ്രൊഫഷണൽ രംഗത്ത്, പ്രത്യേകിച്ച് വ്യവസായ രംഗത്ത് കുറച്ചധികം വളർന്നു. നമ്മൾ എപ്പോഴും വളർച്ച ഒരു റിലേറ്റീവാണ്. ഇതിനേക്കാളും വലിയ വളർച്ചയുള്ള ആളെ കാണുമ്പം നമ്മുടെ വളർച്ച കുറവാണ്. എന്നിരുന്നാലും ഈ കഠിനാധ്വാനം അതിനകത്ത് പ്രധാനമായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഈ മൈജി ഇത്രയും മുന്നേറാനുള്ള കാരണം എന്താണ്? ഞങ്ങൾ 2006 ഞാൻ തുടങ്ങിയത്. ഏകദേശം 20 വർഷം, 20ാമത്തെ ആനിവേഴ്സറി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പം എൻ്റെ ഏറ്റവും വലിയ വിജയം നമ്മൾ വലിയൊരു ടീം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഏകദേശം 4500ഓളം പേര് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് 2000 പേരോളം അതുമുണ്ട്. അപ്പം അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പം എൻ്റെ ഏറ്റവും വലിയൊരു റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ വാപ്പിച്ചാണ്. അതേ ബിസിനസ്സുകാരനായിരുന്നു. അതെ. അപ്പം കുറച്ച് പേര് റിയൽ എസ്റ്റേറ്റും ട്രാൻസ്പോർട്ടിങ്ങും ലോറി. കോഴിക്കോട് തന്നെയായിരുന്നു. ഇവിടെ തന്നെ ഞാൻ ജനിച്ചു വളർന്ന ഈ വീട്ടിലാണ്. ഇവിടെയാണോ ജനിച്ചു വളർന്നത്? അപ്പൊ അവിടെ തന്നെ. താമരശ്ശേരിയിലെ ഒരു ദൈവമാണ്. എന്റെ നാടാണ് എന്റെ എല്ലാം. എനിക്ക് വലിയൊരു സപ്പോർട്ട് തരുന്നത് എന്റെ നാട്. അതല്ല എനിക്ക് തോന്നുന്നത് ദീപക് ശ്രദ്ധിച്ചെന്നറിയില്ല, ഇവിടുത്തെ നാട്ടിലോട്ട് 12,000 പേര് ഇവിടെ ഈ പാലുകാച്ചിന് വന്നത്. 24,800 24,000. താമരശ്ശേരി മൊത്തം വന്നു. താമരശ്ശേരിയിൽ വരാത്ത ആളെ കണക്കൂട്ട് തരുന്നുണ്ട് അല്ലേ? ഷാജി വളരെ മാതൃകാപരമായി ചെയ്തു. കാരണം VIPs ഉണ്ട്, ഗസ്റ്റ് ഉണ്ട്, സിനിമാ താരങ്ങളുണ്ട്, SKനെ പോലുള്ളവരുണ്ട്, മാധ്യമപ്രവർത്തകർ. പക്ഷേ നാട്ടുകാർക്ക് വേണ്ടി മാത്രം ഒരു ദിവസം ഡെഡിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അന്ന് ഏതാണ്ട് 10-15 ആൾക്കാർ നമ്മളില്ല. നാട്ടുകാരാണ് എന്റെ ഏറ്റവും വലിയ വിജയം. നമ്മളെ വിജയങ്ങൾക്ക് പല രീതിയാണല്ലോ. അപ്പൊ നമുക്ക് തിരിച്ച് സമൂഹത്തിനോട് വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അതിനെ എഗെയിൻസ്റ്റ് ഇപ്പം സാറൊക്കെ ഇതേപോലെ കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ മുന്നോട്ട് വരുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ അക്രമത്തിനും ലഹരിക്കും പ്രത്യേകിച്ച് താമരശ്ശേരി, പുതുപ്പാടി ഭാഗങ്ങളിൽ വളരെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഭാഗത്തൊക്കെ ഇന്ന് പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സറച്ചു പോകും. സ്വന്തം ഉമ്മച്ചിനൊക്കെ വിജയ, പിന്നെ നമുക്ക് ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു നന്ദി പറയണം. കാര്യം എന്തറിയോ, നമ്മുടെ ഈ യാത്രയ്ക്ക് ശക്തി പകർന്നൊരു പ്രധാനികൾ ഒരാളാണ്. അല്ല, ഞാൻ ഈ ഒരു ആശയം പിന്നെ സാർ എന്നോട് വിളിച്ച് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ അതിന് മാത്രമല്ല എല്ലാ കാര്യത്തിലും നമ്മൾ ഒന്നിച്ചൊരു കുടുംബം പോലെ പോകുന്നതാണ്. മാത്രമല്ല കേരളത്തിൽ ഇത്രയും അബോധപൂർവമായ ഒരു ഇളക്കം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് അന്ന് പ്രതീക്ഷയില്ലല്ലോ. എന്നിരുന്നാലും പക്ഷേ അതിനകത്തൊക്കെ അത് റിസ്ക് എടുക്കും. അപ്പോൾ ഞാനീ കുറച്ചുകൂടെ അങ്ങോട്ട് ഈ ചെറുപ്പകാലത്തേക്ക് പോവാണ്. അപ്പോൾ ഈ നിങ്ങൾ 4 പേരാണോ 3 പേരാണോ മക്കൾ? ഞങ്ങൾ 7 പേരാണ്. 7 പേരാണ്. ഇതിൽ ഇത്രയും ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അവരൊക്കെ പുറത്താണ്, ഗൾഫിലാണ്. ഒരാള് സൗദിയാണ്, 2 ആള് ദുബായ്. നിങ്ങൾ ഈ മൈജി പോലെ ഒരു സ്ഥാപനത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ കാര്യം എന്തായിരുന്നു? ഞാൻ ഇവര് ജ്യേഷ്ഠന്മാർ എന്നെ ദുബായിൽ കൊണ്ടുവരുന്നു. അപ്പൊ ദുബായിൽ നായിഫില് ആയിരുന്നു. ശ്രമിച്ചോ? അല്ല, അവിടെ ആയിരുന്നു ഇതിന്റെ ഒരു കേന്ദ്രം. 20-25 വർഷം. അന്ന് മൊബൈൽ ഫോൺ അത്രത്തോളം നമ്മുടെ കേരളത്തിൽ വന്നിട്ടില്ല. അപ്പൊ ഒരു മൾട്ടി ബ്രാൻഡഡ് ഷോറൂം അന്ന് കേരളത്തിൽ ഇല്ലായിരുന്നു. മൾട്ടി ബ്രാൻഡഡ്. അപ്പോൾ അതെങ്ങനെ കൊണ്ടുവരാന്നുള്ളതായിരുന്നു. നമുക്കൊരു ഫാമിലി ആയിട്ട് പോയി പർച്ചേസ് ചെയ്ത്, അന്നത്തെ കാലത്ത് ഒരു AC ഷോറൂം. അപ്പം അത് ഞാൻ കോഴിക്കോട് മാവൂർ റോഡിൽ ഒരു 200 സ്ക്വയർ ഫീറ്റിലായിരുന്നു അന്നത്തെ തുടക്കം. അപ്പോൾ ഒരു വർഷം കൊണ്ട് തന്നെ ഞാൻ ആ 700 മീറ്ററിൽ ഞാൻ 7 ഷോറൂം വെച്ച് വന്നു. അപ്പോൾ വലിയ റെസ്പോൺസ് ആയിരുന്നു അന്ന് കിട്ടിയത്. അല്ല, എനിക്കൊന്ന് ഈ മൈജി ഷോറൂംസിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച അതിനകത്ത് R&D വളരെ ശക്തമായിട്ട് നമ്മൾ പല ഷോറൂം, ഞാൻ തന്നെ വന്നപ്പോൾ തന്നെ പല ഷോറൂം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വളരെ ശക്തമാണ്. മാത്രമല്ല ഈ ഇത്തരം ഷോറൂമുകളിൽ ഇദ്ദേഹം കൊണ്ടുവന്ന ചില പുതുമകളുണ്ട്. ഇപ്പം നമ്മുടെ ജോയി ആലുക്കോസ് എല്ലാവരുടെയും മീശ എടുത്തു, അതുപോലെ എല്ലാവർക്കും യൂണിഫോം കൊടുത്തു. അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങളാണ്. പിന്നെ എല്ലാവരും അത് ഫോളോ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഷോറൂം, ഇങ്ങനെയുള്ള ഷോറൂമുകൾ, അതായത് മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ഷോറൂമുകളിൽ വരുത്തിയ ഒരു മാറ്റം ഉണ്ടായിരുന്നു. കാര്യം ഇത്രയും മൈജി ആൾക്കാർ സ്വീകരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. നമ്മൾ കസ്റ്റമേഴ്സ് ആഫ്റ്റർ സർവീസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ്. ഞാൻ 2006 തുടങ്ങുന്ന സമയത്ത് തന്നെ കൊടുത്തിരുന്നു. അപ്പോൾ അന്ന് തന്നെ എൻ്റെ സർവീസ് സെൻറ്റർ ഞാൻ അകത്ത് സ്ഥാപിച്ചിരുന്നു. അപ്പോൾ അതെനിക്ക് വലിയൊരു പോസിറ്റീവായിരുന്നു. അപ്പോൾ അതിൽ മാത്രം എനിക്ക് ഒരു 600-700 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിരുന്നു അന്നും ഇന്നും. ഇപ്പം നിങ്ങൾ വന്ന് നേരിട്ട് അത് കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു മൊബൈൽ ഫോൺ വിൽക്കുക എന്ന് മാത്രമല്ല, നമ്മളുടെ ഇപ്പം പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പവർ എന്ന് പറയുന്നത് നമ്മളെ യൂത്താണ്. അവർക്ക് ആവശ്യമുള്ള ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജിയുള്ള പ്രൊഡക്റ്റുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മൊബൈൽ ഫോൺ തന്നെ നമുക്ക് 1-2 ലക്ഷം രൂപ സമ്പാദിക്കുന്ന നിരവധി പേരുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ യൂറോപ്പിലോ പ്രത്യേകിച്ച് നോർത്ത് കേരളയിലൊക്കെ കംപ്ലീറ്റ്ലി ഗൾഫിലായിരുന്നു. ഇപ്പോൾ ഗൾഫിൻ്റെ സാധ്യതയും അതേപോലെ തന്നെ കേരളത്തിലെ വ്യവസായം അറിയാമല്ലോ നിങ്ങൾക്ക്. ഒരു മാനുഫാക്ചറിങ് കമ്പനിയൊക്കെ നമുക്ക് സ്ഥലങ്ങളും അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷേ ഈ IT അതേപോലെ തന്നെ ടെക്നോളജി വെച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നമ്മളെ യൂത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റും. ആ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ മുക്കും മൂലയിലും എഡ്യൂക്കേറ്റഡായ നമ്മളെ എല്ലാ പ്രൊഡക്റ്റിനെ പറ്റിയും നോളജുള്ള സ്റ്റാഫിനെ വെച്ചുകൊണ്ടാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്. നമുക്കിനി നടന്നല്ലോ ഒത്തിരി. പിന്നെ നിങ്ങളുടെ വീടും പ്രേക്ഷകർ കാണാമല്ലോ. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുന്നത്, ഒരുപക്ഷെ നിങ്ങൾ എപ്പോഴും വലിപ്പത്തിലാണോ വിശ്വസിക്കുന്നത്? ഈ വീട് കണ്ടോണ്ട് ചോദിച്ചാൽ
ഈ വലിപ്പത്തിലൊന്നുമില്ല. ഇത് എനിക്കിഷ്ടപ്പെട്ട ഞാൻ ഒരു ഡിസൈൻ ചെയ്ത കുറെ വർഷങ്ങളായിട്ട് ഒരു പ്ലാൻ ചെയ്ത് എൻ്റെ മനസ്സിലൊരു വീടിനെ പറ്റി ഒരു സങ്കല്പം ഉണ്ടാകുമല്ലോ നമുക്ക്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ല നമ്മളൊരു വീട് വെക്കും. ഇങ്ങനെയൊക്കെ ഒരു വീട് വെച്ചാൽ അതിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും വളരെ സമാധാനമായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലൊക്കെ ഇവിടുത്തെ തന്നെയാണോ വെളിയിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതാണോ? വെളിയിൽ നിന്ന് വന്നിട്ടുണ്ട്, കുറച്ച് ഭാഗങ്ങൾ ചൈനയിൽ നിന്ന് വന്നിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഞാൻ അങ്ങോട്ട് ഒരു വ്യവസായി എന്നുള്ളതല്ലേ ചോദിക്കാം, ഇങ്ങനെയൊക്കെ ഉള്ളൊരു വീട് വെച്ച് ഇതിന് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിന് ചിത്രങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ സഹോദരന്മാർ എത്തും എന്ന് പൊതുവെ ആൾക്കാർ പറയും. അവരെ ആരെങ്കിലും അന്വേഷിച്ച് വന്നു? ഇല്ല, അങ്ങനെ നമ്മൾ അങ്ങനെ ഭയക്കേണ്ടതില്ല, നമ്മളെല്ലാം ട്രാൻസ്പെറന്റ് അല്ല. അതുകൊണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം ഞാൻ സംബന്ധിച്ചു. നോർമലി കാരണം ഇത് ഫീൽഡ് ഇൻസ്പെക്ടേഴ്സിന്റെ ശ്രദ്ധയപ്പെടാനും നമ്മുടെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചു കാരണമാവും. അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, അപ്പൊ അത് നിങ്ങളുടെ അക്കൗണ്ട് ഡിജിറ്റൽ ആണെന്നും ട്രാൻസ്പെറന്റ് ആണെന്നും ഏറ്റവും വലിയൊരു വളർച്ച ഇപ്പൊ പുതിയ എന്റർപ്രണേഴ്സിനൊക്കെ പറയാനുണ്ട്. വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് പോയാൽ നമുക്ക് വലിയ ഗ്രോത്ത് ഉണ്ടാവും. ഇനിയുള്ള കാലത്ത് അങ്ങനെ തട്ടിപ്പുകൾക്ക് സ്കോപ്പ് ഇല്ല അല്ലേ? എല്ലാം നേരെ വാ അടുക്കളയിലൂടെ പോകാന്ന് വെച്ചാൽ വിവരം അറിയും. അപ്പൊ ഞാൻ നിങ്ങളുടെ വ്യവസായത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഇത്രയും വളർന്നു, വളർന്നിട്ടില്ല, വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാണുന്ന പ്രേക്ഷകരുടെ സപ്പോർട്ടോട് കൂടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വെളിയിലോട്ടൊന്ന് പോയി കഴിഞ്ഞാലേ കുറച്ചുകൂടി നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നിങ്ങള് ലക്ഷ്യം വയ്ക്കുന്നത് ഇപ്പൊ ഈ ഒരുപക്ഷെ കേരളത്തിന് പുറത്തേക്ക് പോയോ? കേരളത്തിന്റെ പുറത്തേക്ക് ഇപ്പൊ പോയിട്ടില്ല. ഈ വർഷം ഞങ്ങൾ പുറത്തേക്ക് പോകും. എങ്ങോട്ടൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ ഒരു പ്ലാന് ഓൾറെഡി പ്രസ് മീറ്റ് വിളിക്കുന്നുണ്ട്. ഈ വർഷം ഞങ്ങൾ എല്ലാ സ്റ്റേറ്റിലേക്കും ഒരു എൻട്രി ഞങ്ങൾ കർണാടകയിലും തമിഴ്നാട്ടിലേക്കും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് ഇവിടെ കണ്ടപ്പോഴേ ആശ്മി, നമുക്ക് ഇവിടെ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം വെച്ചാലോ? പൈസ എങ്ങനെ കൊണ്ട് ചെലവാക്കിക്കാം? നല്ല ലൊക്കേഷൻ, അല്ല ഓഡിയൻസ് കുറയ്ക്കില്ല. 24,000 പേര് താമരശ്ശേരിയിലുണ്ടല്ലോ. അല്ല ഏട്ടാ, ഇവിടെ താമരശ്ശേരിക്കാർ 24,000 പേര് വന്നില്ലേ? ഇവിടെ ഒരു പ്രോഗ്രാം വെച്ചാൽ ഒരു 20,000 പേര് ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, വളരെ അല്ലെ മുളച്ചോക്കട്ടെ അവിടെ. അപ്പം തിരക്ക് പിടിച്ച ബിസിനസ്സുകാരനാണ് AK ഷാജി. ഒരു ഗ്രഹനാഥൻ എന്നുള്ളതല്ലേ എങ്ങനെയാണ്? വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരും അറിയില്ലേ? മോളെ എങ്ങനെയുണ്ട്? പാപ്പച്ചി എങ്ങനെയുണ്ട്? അടിപൊളിയോ? ഓ, മോളെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുവോ? ഇടയ്ക്കൊക്കെ ഉപയോഗിക്കും. ഈ മൊബൈൽ ഫോൺ അമിതമായിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് AK ഷാജി എന്ന വ്യവസായിയുടെ അഭിപ്രായം? നമ്മളിപ്പോ ലാസ്റ്റിൽ ഒരു ക്യാമ്പയിൻ തന്നെ നമ്മൾ നടത്തിയിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ കേരളത്തിൽ മൊബൈൽ ഫോൺ വിൽക്കുന്ന ആളാണ് ഞാൻ. നമ്മുടെ കമ്പനിയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ വിൽക്കുന്നത്. മൊബൈൽ വേണ്ട എന്നുള്ള പിന്നെ നമ്മള് പല പ്രൊഡക്റ്റുകളും ആപ്പിള് നമ്മൾ ഇന്ത്യയിലെ നമ്പർ 1 ആണ്. സാംസങ് നമ്മൾ ഇന്ത്യയിലെ നമ്പർ 1 ആണ്. ഇന്ത്യയിലെ നമ്പർ 1. ഇന്ത്യ നമ്പർ 1. ഇന്ത്യ നമ്പർ 1. അപ്പൊ ഒരുപാട് പുതിയ ഒരുപാടല്ലോ ഒരുപാട് അവാർഡുകള് നമ്മള് 24 തന്നെ നമ്മൾ അതൊക്കെ അനൗൺസ് ചെയ്തു. അല്ലെ, കഴിഞ്ഞ തവണ 24 പറഞ്ഞു അല്ലേ? അതെ. ആഷ്മി എന്തോ 2 ചോദ്യം ചോദിക്കാനായിട്ട് തീരുമാനിച്ചു വെച്ചില്ലേ? ഇന്നലെ ഉറങ്ങിയിട്ടില്ല. നിങ്ങളെ കാണുമ്പോൾ അപ്പൊ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വേണ്ട എന്നുള്ളൊരു ക്യാമ്പയിൻ നമ്മളൊരു 3 മാസങ്ങൾക്ക് മുമ്പ് അതിനുള്ള ഒരു ചങ്കൂറ്റം ഞാൻ നടത്തിയിരുന്നു. കാരണം ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വേണ്ട. അതുകൊണ്ട് വിൽപ്പന കുറഞ്ഞ? ഇല്ല, വിൽപ്പന കുറയൊന്നുമില്ല. കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വേണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ധർമ്മപത്നി വ്യവസായത്തിൽ ഇടപെടും? ഇല്ല, അത് വീടും കാര്യങ്ങളും കുട്ടികളൊക്കെ ആയിട്ട്. ഒരുപാട് ജോലിക്കാരുള്ള വീടാണോ ഇത്? ഈ ഞാനും ഭാര്യയും കൂടാണ് ഈ വീട്ടിൽ വന്നപ്പോ ഭാര്യ എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്ന് പറയൂ, ഇവിടെ എത്ര ജോലിക്കാർ വേണ്ടി വരും? എത്ര ജോലിക്കാർ എംപ്ലോയ് വേണ്ടി വരും ഇവിടെ? ഒരു 10-23 പേരുണ്ട്. 23 പേരുണ്ട്. എനിക്കൊരു സന്തോഷമേ ഉള്ളൂ, കാര്യം 23 പേർക്ക് ജോലി കിട്ടിയല്ലോ അല്ലേ? നമ്മുടെ ഏറ്റവും നല്ല ശമ്പളം കൊടുക്കുന്ന മുതലാളിയാണോ അതോ? കുഴപ്പമില്ല, എല്ലാ ഫെസിലിറ്റിയും കൊടുത്ത്. എന്റെ ഒരു പാർട്ട്നേഴ്സാണ്. എനിക്ക് ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ വേറെ പാർട്ട്നേഴ്സ് ഒന്നുമില്ല. എന്റെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന, അതിപ്പം നമുക്ക് സ്വീപ്പറായാലും നമ്മൾ വെള്ളം തരുന്ന ആളായാലും സെക്യൂരിറ്റി ആയാലും എല്ലാം എന്റെ പാർട്ട്നേഴ്സാണ്. അപ്പൊ നമ്മുടെ വിൽപ്പനക്കാരും വാങ്ങുന്നവരും എല്ലാം പാർട്ട്നേഴ്സാണ്. പിന്നെ ഞാനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും എന്റെ പാർട്ട്നേഴ്സാണ്. ഈ മൈജിയുടെ ഒരു വളർച്ചയിൽ വലിയൊരു പങ്ക് 24 ചാനലുണ്ട്. നമ്മള് അസോസിയേറ്റ് ചെയ്തിട്ട് എനിക്കൊന്ന് വർഷങ്ങളായി. അതുകൊണ്ട് നിങ്ങൾ നമ്മളെ ഒരു കുടുംബാംഗം എപ്പോഴും നമ്മൾ നിങ്ങളെ കുറിച്ച് ആലോചിക്കും. ഫാമിലി പോലെ. ദീപക് നമ്മൾ എപ്പോഴും ഒരു കാര്യം പൊട്ടിക്കും. എന്താ അറിയോ, നിങ്ങൾ ആദ്യത്തെ ഷോപ്പ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എന്തുവാ സംഭവിക്കുന്ന അറിയാൻ വേണ്ടി അവിടെ വന്നിരുന്നു. വിജയ, നമ്മുടെ AK ഷാജിക്ക് നമ്മളെന്തോ ഗിഫ്റ്റ് കൊടുക്കുന്നത്? നമ്മളൊരു കപ്പ് കൊണ്ടുവന്നിട്ട് നമ്മൾ കപ്പ് കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ വിശാലമായ മുറ്റമുണ്ട്. നമുക്ക് ഈ വഴി അങ്ങോട്ട് പോകാം. നമുക്ക് ഓക്കെ.
ഷാജിയുടെ വീട്ടിലെ ഷാജിയുടെ സ്വന്തം CI വന്നിട്ടുണ്ട്, താമരശ്ശേരി CI. ഉണ്ടോ? ഓക്കെ, CI-യോടുകൂടി നമ്മൾ അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം, കുഴപ്പമില്ല. അല്ല, അദ്ദേഹം നമ്മൾ താമരശ്ശേരിയിൽ കുറെ പ്രശ്നമുണ്ടല്ലോ, അതിനെ കുറിച്ച് നമ്മൾ ചോദിച്ചെന്നപ്പോഴേ വീട്ടിലോട്ട് വരാൻ പറഞ്ഞതാ, ഇവിടെ നമുക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ. അങ്ങനെ ഹോട്ട്സ്പോട്ടാന്നൊക്കെ പറയുന്നുണ്ട്. നാട്ടുകാരെല്ലാം ഒന്നിച്ച് വിചാരിച്ചാൽ പിന്നെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ പള്ളി, അമ്പലം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് മീറ്റിങ്ങുകളൊക്കെ കൂടി വലിയൊരു മാറ്റം ഇവിടെ ഉണ്ടാവും. അല്ല, ഈ സോഷ്യൽ പ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾ ഇടപെടുവോ? അങ്ങനെ നിങ്ങളുടെ പിന്നെ നമ്മൾ വ്യവസായിയുടെ അകലം പാലിച്ച് നിൽക്കുമോ? നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് സമൂഹത്തിനോട് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പം നമ്മൾ 4000-ഓളം വരുന്ന സ്റ്റാഫ് വലിയൊരു ക്യാമ്പയിൻ ഇപ്പം കഴിഞ്ഞ വീക്കിൽ നമ്മൾ കോഴിക്കോട് വലിയൊരു മാരത്തോൺ നടത്തി. ഡ്രഗ്സിനെതിരെ ഇതേപോലെ തന്നെ നമ്മൾ പടയോട്ടം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ ടീമിനെ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആരുടെ ഡിസൈനാണ്? ഇതൊക്കെ മനോഹരമായിരിക്കുന്നു ഇവിടെയൊക്കെ. അന്ന് ഞാൻ വന്നപ്പോൾ ഇവിടെയൊക്കെ ലൈറ്റൊക്കെ കൂടിയിട്ടൊന്നും എനിക്കത് നോക്കാൻ പറ്റില്ല. ഇന്ന് ഞാൻ കണ്ടപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട്. വിജയ എൻജോയ് ചെയ്തോ? അല്ല, രസമായിട്ടുണ്ട്. ഇത് ആരുടെ ഡിസൈൻ ചെയ്തത്? അതോ അല്ലല്ല, നമ്മള് ഒരു 6 മാസം എടുത്തു ഇതിന്റെ ഒരു പ്ലാന് ആണോ, ഇതിന്റെ ഒരു ഫൈനൽ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ല, ഈ വീട് നിർമ്മിച്ചു കഴിഞ്ഞപ്പോഴേ നിങ്ങളുടെ മനസ്സിനൊത്ത് ആ ഡിസൈനൊത്ത് നിർമ്മിച്ചു വെക്കാൻ പറ്റിയോ? ഇതിന്റെ ഓരോ ഭാഗങ്ങളും എന്റെ മനസ്സിലുള്ള അതേപോലെ തന്നെ എനിക്ക് ചെയ്തു തരാൻ പറ്റില്ല. ഇതിന്റെ നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം എങ്ങനെ? ഇങ്ങനെ ഒരു വീട് വെക്കണം, അതോ വേണ്ട, കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് കാണാൻ മതി? അല്ല, സിമ്പിൾ അല്ല, ഷാജിക്കാരുടെ ഒരു ആഗ്രഹമായിരുന്നു, ഒരു വലിയൊരു അവസരം. മോക്ക് ഇഷ്ടപ്പെട്ട വീട്? മോക്കോ? ഓ, സൂപ്പർ അല്ലേ? വീടില്ല, ഒരാളുകൂടി ഉണ്ട്. എനിക്കറിയാം, ഒരാളുണ്ട്. അയാൾ എവിടെ ഉള്ളത്? പഠിക്കാൻ പോയിരിക്കല്ലേ? ഓന് UK പഠിക്കുന്നത്, ഇപ്പൊ US-ലാണ്. അവിടെ പോവോ ഇപ്പൊ ഇടയ്ക്ക്? ഇടയ്ക്ക് ഞങ്ങൾ പോകാറുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മള് നിങ്ങളുടെ ഒരു ആഷ്മിയുടെ ചോദ്യം ചോദിച്ചു. ആഷ്മി, നാട്ടിലെ പൗരപ്രമുഖന്മാരെന്ന് പറയുമ്പോൾ നാട്ടിൽ നടക്കുന്ന താമരശ്ശേരി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ മുന്നോട്ട്, അതാ നേരത്തെ ഞാൻ പറഞ്ഞത്, നമ്മൾ ആ ഒരു ക്യാമ്പയിൻ ഇപ്പം നമ്മളെ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ഈ ഒരു അക്രമവും അതേപോലെ ലഹരിയാണല്ലോ. ഈ ലഹരി നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിൽ വളരെ വളരെ കൂടുതലാണ്. ഇപ്പം പ്രത്യേകിച്ച് കുട്ടികൾ, യൂത്തിനെ ഇല്ലാതാക്കുന്ന രീതിയിലാണ്. അപ്പം അതിന് നമ്മളെ വരും തരുമല നമുക്ക് നഷ്ടപ്പെടുന്ന രീതിയിലാണത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മളതിനെ മുന്നോട്ട് വെക്കുന്നു. ഇപ്പം നമ്മൾ ആ പരപ്പുമ്പോയിലുള്ള പുള്ളിയൊക്കെ ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കും. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വളരെയധികം മുന്നോട്ട് വരുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിപ്പം ഈ നാട്ടിൽ ഞങ്ങളിപ്പം ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഉദ്ദേശിക്കുന്ന ലക്ഷ്യം തന്നെ എന്ത് ചെയ്യണം എന്നുള്ളത്, അതാണ് യുവത്തെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യണം, അത് ലഹരിക്ക് തന്നെ, ലഹരിക്ക് എന്താ ഒരു മറുഭാഗം ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെ വൈക്ക് തിരിച്ചുവിടാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതാ പഠിപ്പിക്കുന്നത്. നമ്മള് ഫുട്ബോളുകൾക്ക് ഞാൻ വിചാരിച്ചു നിങ്ങൾ മൊബൈൽ ഫോണാണ് ലഹരി എന്ന് പറയുന്നത്. അല്ല, ടെക്നോളജി ഒരു ലഹരിയാണെന്ന് വേണം പറയാം. ടെക്നോളജി പല ലഹരിയാണ്. അപ്പൊ നമ്മൾ ഈ ഡ്രഗ്സ് മാറ്റിവെച്ച്, ഈ മയക്കുമരുന്ന് അങ്ങനത്തെ സാധനങ്ങൾ മാറ്റിവെച്ച് നമ്മൾ ടെക്നോളജി, ജീവിതത്തിന്റെ ലഹരി കൊണ്ടുവരിക, അതേപോലെ സ്പോർട്സിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അതിനൊക്കെ നമ്മൾ ക്യാമ്പയിൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പ്രഭാതത്തിൽ താങ്കളുടെ സംസാരിക്കാൻ പറ്റിയ സന്തോഷം. അല്ലേ? നമ്മുടെ ഗിഫ്റ്റ് 500 കോടി മോഹവില 345 രൂപ യഥാർത്ഥ വില. ഈ SKയുടെ ഈ ഗിഫ്റ്റ് എനിക്ക് വീട്ടിൽ വെച്ച് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. ഇത് വീട്ടിൽ തന്നെ വെക്കണം. അതെ അതെ. മോർണിംഗ് SKന്റെ ന്യൂസ് കേൾക്കുന്ന പിന്നെ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് കപ്പിൽ ചായ കുടിക്കാം അല്ലേ? അപ്പൊ എന്തായാലും അങ്ങേക്ക് ഓൾ ദി ബെസ്റ്റ്. ഇന്ന് വൈകിട്ട് നമ്മുടെ കോഴിക്കോട് കടപ്പുറത്ത് നമ്മുടെ വലിയ സമ്മേളനം നടക്കുക, അതിൽ പങ്കെടുക്കണം. പിന്നെ പങ്കെടുത്ത് 2 വാക്ക് സംസാരിക്കണം. ഈ കാര്യം നമ്മൾ ഒരു തീരുമാനം എടുക്കുന്ന ദിവസം ഇന്ന്, കേരളത്തിന് വേണ്ടി ഒരു തീരുമാനം. അതിന് ഒറ്റക്കെട്ടായി കോഴിക്കോട് മാത്രമല്ല കേരളം മുഴുവൻ, മലയാളി എവിടെയുണ്ടോ അവിടെ എല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ട്. അല്ലെ, നിങ്ങളുടെയൊക്കെ സ്ട്രെങ്തും ഒക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കും. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നമ്മൾ അവിടെ കാണും. തീർച്ചയായും. ഓക്കെ, താങ്ക് യു.